നമസ്കാരം. അയ്യനെ കാണാനുള്ള ഭാഗ്യം തേടിയെത്തിയപ്പോൾ അതിനു പിന്നാലെ ഊരാക്കുടുക്കുണ്ടാകുമെന്ന് നടൻ ജയറാം സ്വപ്നത്തിൽ പോലും കരുതി കാണില്ല. ഇപ്പോ അതാ നിനച്ചിരിക്കാതെ എത്തിയ ഭാഗ്യത്തിന് പിന്നാലെ പോയത് ആകെ പൊല്ലാപ്പായിരിക്കുകയാണ് നടനെ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ജയറാമിന്റെ മൊഴിയെടുക്കും. ജയറാമിന്റെ സൗകര്യം തേടിയാവും തീയതി നിശ്ചയിക്കുക. ശബരിമല വിവാദത്തിൽ ആരോപണ വിധേയനായ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണ്ണപ്പാളിയുമായി ചെന്നൈയിൽ ചടങ്ങ് സംഘടിപ്പിച്ചതിന്റെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. നടൻ ജയറാമിനെയും ഗായകൻ വീരമണി രാജുവിന്റെയും ചടങ്ങിലേക്ക് ക്ഷണിച്ചിരുന്നു. ജയറാമിനെയും വീരമണി രാജുവിനെയും കൊണ്ട് പൂജ നടത്തുകയും ചെയ്തു. ജയറാമിന്റെ വീട്ടിലും സ്വർണ്ണപ്പാളി എത്തിച്ചെന്നാണ് സൂചന. ഈ സാഹചര്യത്തിലാണ് ജയറാമിന്റെ മൊഴിയെടുക്കുന്നത്. സ്വർണ്ണപ്പാളിയുടെ അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയി പൂർത്തിയാക്കി തിരിച്ചു കൊണ്ടുവരുന്നതിനിടയിലാണ് പലയിടത്തും വെച്ച് പണം ഈടാക്കുന്ന തരത്തിൽ ഇതിന്റെ പ്രദർശനം നടത്തി വരുമാനമുണ്ടാക്കി എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ ഉയർന്ന ആരോപണം. 2019 ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ശബരിമലയിലെ ശ്രീകോവിലിന്റെ വാതിൽ കട്ടിള എന്നെല്ലാം അവകാശപ്പെട്ട് അമ്പത്തൂരിലെ ഫാക്ടറിയിലാണ് പ്രദർശനവും പൂജയും സംഘടിപ്പിച്ചത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ക്ഷണിച്ചിട്ടാണ് താൻ ചടങ്ങിൽ പങ്കെടുത്തതെന്ന് ജയറാം പ്രതികരിച്ചിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ വെച്ചാണ് പരിചയപ്പെടുന്നത്. മാസപൂജയ്ക്ക് പോകുമ്പോൾ കാണാറുണ്ട്. അദ്ദേഹമാണ് ശബരിമലയ്ക്ക് പോകുന്ന ശ്രീകോവിലിന്റെ കട്ടിളപ്പാടിയുടെ പൂജ നടക്കുന്നു എന്ന് പറഞ്ഞത്. ഞാൻ അവിടേക്ക് പോവുകയും ചെയ്തുവെന്ന് ജയറാം വ്യക്തമാക്കിയത്. അമ്പട്ടൂരിലെ പൂജയ്ക്ക് ശേഷം കട്ടിളപ്പടി തന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു എന്നും ജയറാം പറഞ്ഞിരുന്നു. തന്റെ വീട്ടിൽ കട്ടിളപ്പടിയുടെ എല്ലാ ഭാഗങ്ങളും ഇറക്കിയിട്ടില്ല. ഏതാനും ഭാഗങ്ങൾ ഇറക്കുകയും പൂജാമുറിയിൽ വെച്ച് ആരതി ഒഴിയുകയും ചെയ്തു. അതിനുശേഷം നേരെ ശബരിമലയിലേക്ക് കൊണ്ടുപോയി എന്നാണ് ജയറാം പറഞ്ഞത്. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റി തന്റെ പക്കൽ നിന്നും പണം വാങ്ങിയിട്ടില്ല എന്നും ജയറാം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് ജയറാമിന്റെ മൊഴിയെടുക്കുന്നത്. വീരമണിയുടെയും മൊഴിയെടുത്തേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളിൽ നേരത്തെ തന്നെ നടൻ ജയറാം വിശദീകരണവുമായി എത്തിയിരുന്നു. ശബരിമലയിലേക്ക് നിർമ്മിച്ചു നൽകിയ സ്വർണ്ണവാതിൽ ചെന്നൈയിൽ വെച്ച് പൂജ ചെയ്തത് തന്റെ വീട്ടിലല്ലെന്നും സ്വർണം പൂശിയ കമ്പനിയിലെ ഓഫീസ് റൂമിൽ വെച്ചായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആരോപണ വിധേയനായ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് തന്നെ പൂജയിലേക്ക് ക്ഷണിച്ചതെന്നും ഇതൊരു വിവാദമാകുമെന്ന് ഒരിക്കലും കരുതിയില്ല എന്നാണ് നടൻ ആദ്യം വ്യക്തമാക്കിയിരുന്നത്. ചെന്നൈയിലെ അമ്പത്തൂരിലെ സ്വർണ്ണവാതിൽ നിർമ്മിച്ച കമ്പനിയുടെ ഫാക്ടറിയിലാണ് പൂജ നടന്നത് എന്നാണ് താരം വ്യക്തമാക്കിയത്. ബംഗളൂരുവിൽ നിന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ വിളിച്ചതെന്നും ശബരിമലയിലേക്ക് പോകുന്നതിന് മുമ്പേ അവിടെ വെച്ച് പൂജയുണ്ട് എന്ന് അറിയിച്ചപ്പോൾ ഒരു അയ്യപ്പ ഭക്തൻ എന്ന നിലയിൽ അതൊരു മഹാഭാഗ്യമായി കരുതിയാണ് താൻ എത്തുകയായിരുന്നുവെന്നും എന്തായാലും സംഭവത്തിൽ ഇനിയും വമ്പൻ സ്രാവുകൾ കുടുങ്ങും. അപ്പോൾ എന്തായാലും ജയറാമിന്റെ വിശദമായ മൊഴിയെടുക്കും. അതിനെക്കുറിച്ച് തുടർന്നുള്ള വിവരങ്ങൾ അറിയാം.